ഒരു മരുന്ന് സീറോയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കുറേ സമയം വേണ്ടി വരും. എന്നാൽ ഇത് മറികടക്കാൻ വേണ്ടി ഒരു ടെക് ബീമിനും അതുപോലെ തന്നെ ഒരു ഫാർമ ബീമിനും കൂടി കൈകോർക്കാൻ പോവുകയാണ്. അതെ, എൻവിഡിയും ഇലിലിയും കൂടി ചേർന്ന് ഡ്രഗ് ഡിസ്കവറി പ്രോസസ്സ് അഥവാ മരുന്ന് കണ്ടെത്തുന്ന പ്രോസസ്സ് ഇല്ലേ, അത് കുറച്ചും കൂടി ഫാസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു AI സൂപ്പർ കമ്പ്യൂട്ടറിനെ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. എൻവിഡിയ ലോകത്തിലെ ആദ്യത്തെ $5 ട്രില്യൺ കമ്പനിയായി മാറിയിരിക്കുകയാണ്, ഓൾ താങ്ക്സ് ടു ദ AI. അവരിപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ എലിലിയും കൂടി ചേർന്നിട്ട് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ AI സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ പോവുകയാണ്. ഈ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന് കോടിക്കണക്കിന് വെർച്വൽ എക്സ്പെരിമെന്റ്സ് നടത്താൻ പറ്റും. അതുവഴി ഏത് കെമിക്കൽ കോമ്പൗണ്ടിനെയാണ് ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ സാധാരണഗതി ഓരോ കെമിക്കലിനും നമ്മൾ ലാബിൽ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യണം. ഇതിപ്പോൾ AI ഉപയോഗിച്ചിട്ട് ഏത് കെമിക്കലാണ് ബെറ്റർ ആയിട്ട് ആക്ട് ചെയ്യാന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുവഴി കുറേ വർഷവും അതുപോലെ തന്നെ ബില്യൺസ് ഓഫ് ഡോളേഴ്സും ലാഭിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടെക്നോളജി വെച്ചിട്ട് പുതിയൊരു ക്യാൻസറിന്റെ അല്ലെങ്കിൽ ഒരു ഡയബറ്റീസിന്റെ മരുന്ന് നമുക്ക് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചില മെഡിസിൻസ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്നത് എന്ന് ആദ്യത്തെ ഒരു ടെസ്റ്റിന് മുന്നേ ഈ ഒരു ടെക്നോളജി വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും. ഇതെല്ലാം ഒരു ടെക്നോളജിയും അതുപോലെ തന്നെ ഹെൽത്ത് കെയറും എത്രമാത്രം കണക്റ്റഡ് ആണെന്നാണ് കാണിക്കുന്നത്. ഈ എൻവിഡിയും എൽഎൽഇയൊക്കെ ടീം അപ്പ് ചെയ്യുന്നത് വഴി പുതിയ ജനറേഷൻ മെഡിസിൻസ് പേഷ്യൻസിൽ വളരെ പെട്ടെന്ന് എത്താൻ സാധ്യതയുണ്ട്. ഇനി ഫ്യൂച്ചർ ഓഫ് മെഡിസിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും കെമിസ്ട്രിയോ അല്ലെങ്കിൽ ബയോളജിയോ മാത്രമായിരിക്കില്ല. അതിൽ ഈ ഡാറ്റാസും ചിപ്പുകളും ഓട്ടോമേഷനൊക്കെ ഉണ്ടാവും.